ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا عبده ورسوله. أما بعد فإن خير الكلام كلام الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. والله إني لعالمكم بالله وأخشاكم وأتقاكم. صدق رسول الله صلى الله عليه وسلم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا محمد. ബഹുമാനപ്പെട്ട സാദാത്തുക്കൾ, തലമാക്കൾ, പ്രിയപ്പെട്ട മുതഅല്ലിമുകൾ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇന്നലെ രാത്രി അബൂദാബിയിലും അവിടുത്തൊരു വലിയ പണ്ഡിതന്റെ നേതൃത്വത്തിൽ ഒരു വലിയ നബിദിന സമ്മേളനമുണ്ടായിരുന്നു. അതിൽ അവിടുത്തെ ഭരണാധികാരികളും മന്ത്രിമാരും ശൈഖുമാരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആലിമീങ്ങളും എല്ലാം ഉണ്ട്. അക്കൂട്ടത്തിൽ എന്നെയും നേരിട്ട് സയ്യിദ് അലി അൽ ഹാഷിമി അവർ വിളിച്ചതുകൊണ്ട് ഞാൻ ഇന്നലെ നേരം വെളുക്കുമ്പോ സുബഹിന്റെ മുമ്പ് 4 മണിക്ക് പുറപ്പെടുന്ന പ്ലെയിന് അബൂദാബിക്ക് പോയി ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് രാത്രി തന്നെ ഇങ്ങോട്ട് പുറപ്പെട്ടു. സുബഹിന് ശേഷം ഇവിടെ എത്തി. ഒരൊറ്റ ദിവസത്തെ പരിപാടിക്ക് വേണ്ടി പോയത് അല്ലാഹുവിന്റെ ഹബീബിന്റെ മൗലിദ്, മദ്ഹ് പ്രകീർത്തനം, അത് ഈ നാട്ടിൽ മാത്രമല്ല എല്ലായിടങ്ങളിലും ഉണ്ട് എന്ന നിലക്ക് അതിൽ പങ്കെടുക്കാൻ തന്നെയാണ് പോയത്. എന്നാൽ അവിടെ ചെന്ന സ്ഥിതിക്ക് 1 or 2 ദിവസം അവിടെ നിന്നാൽ മർക്കസ് സഖാഫത്ത് സിദ്ദീഖ് കാശ് ഉണ്ടാക്കാനും പല സൗകര്യങ്ങളും ഉണ്ട്. അത് ഒഴിവാക്കി ഞാൻ നിർബന്ധമായി വന്നത് യഥാർത്ഥത്തിൽ ഈ
പരിപാടി ഒന്നുകൊണ്ട് മാത്രമാണ്. ബാക്കിയുള്ളതൊക്കെ ഒഴിക്കാം. ഈ പരിപാടി ഒഴിച്ചുകൂടാന്ന് എന്റെ മനസ്സിൽ എനിക്ക് ഉള്ളത് കൊണ്ട്. കാരണം നേരത്തെ ബഹുമാനപ്പെട്ട ഷെയ്ഖുനുടെ മകൻ അബ്ദുൽ മജീദ് സനി സഖാഫി ഹാഫിദ് നിങ്ങളോട് പറഞ്ഞതുപോലെ ഷെയ്ഖുനയുടെ വഫാത്തിന്റെ മുമ്പുള്ള റബീഉൽ അവ്വൽ മാസം ഞാനിവിടെ വരുമ്പോൾ ഉസ്താദ് കോളേജിന്റെ പുറത്ത് കസേലയിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ ചെന്ന് സലാം ചൊല്ലി കൈപിടിച്ച് ചുംബിച്ചപ്പോൾ ഞാൻ നിങ്ങൾ വരാൻ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വന്നല്ലോ, ഇനി ഉസ്താദ് ക്ഷീണിക്കണ്ട, ഉസ്താദ് പോകാം, പോയിട്ട് വീട്ടിൽ വിശ്രമിക്കണം. അപ്പൊ എന്നോട് പറഞ്ഞു ഇല്ല, ഞാൻ നിങ്ങളുടെ പ്രസംഗം കഴിഞ്ഞിട്ടേ പോവുകയുള്ളൂ എന്ന്. അങ്ങനെ ഞാൻ പ്രസംഗിക്കുന്നതുവരെ ബഹുമാനപ്പെട്ട ശൈഖുന അവർകൾ പ്രസംഗം കേട്ട് ഇരിക്കുകയും കഴിഞ്ഞ ഉടനെ ഞാൻ ചെന്ന് അവിടുന്ന് യാത്ര അയക്കുകയും ചെയ്തത് ഞാൻ ഓർക്കുമ്പോൾ അതിന്റെ മുമ്പും പലപ്പോഴും ഞങ്ങൾ ബന്ധപ്പെട്ട കാലം മുതൽ എല്ലാ സമയവും എന്നെ നിയന്ത്രിക്കുകയും എനിക്ക് പൊരുത്തം നൽകുകയും ചെയ്തിട്ടുള്ള ശൈഖുനയുടെ സ്ഥാപനം, ആ സ്ഥാപനം എന്ന നിലക്ക് സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതൽ ഇവിടുത്തെ നബിദിനത്തിന് ഒരു പ്രത്യേകത എനിക്ക് ഉണ്ട്. സാധാരണക്കാർ പഠിക്കാൻ വേണ്ടി ഞാൻ പറയുന്നു, പണ്ട് പലപ്പോഴും ഇവിടെ ഞാൻ പറഞ്ഞതാണ്, മഹാന്മാരായ ഔലിയാക്കൾ ആലിമീങ്ങൾ വഫാത്തായി പോയാലും ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ അവർ കാണുകയും നിയന്ത്രിക്കുകയും വീക്ഷിക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഖുൽ ഇഅ്മലൂ ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ. ഖുൽ നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇഅ്മലൂ നിങ്ങൾ പ്രവർത്തിക്കുക, ഫസയറല്ലാഹു അമലക്കും തീർച്ചയായും അല്ലാഹു തആല നിങ്ങളുടെ പ്രവൃത്തി കണ്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹു നിങ്ങളുടെ പ്രവൃത്തി കണ്ടുകൊണ്ടിരിക്കുന്നു. വറസൂലുഹു അല്ലാഹുവിന്റെ റസൂലും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു. വൽ മുഅ്മിനൂൻ യഥാർത്ഥത്തിലുള്ള ശരിയായ മുഅ്മിനീങ്ങളും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം കണ്ടുകൊണ്ടിരിക്കുന്നു, വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ ഉള്ള ഹദീസ് ഞാൻ ഇവിടെ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടി ഓർമ്മയ്ക്ക് വേണ്ടി പറയുന്നു. അൽ അർവാഹു ജുനൂദുൻ മുജന്നദത്തുൻ മാ തആറഫ ഇഖ്തലഫ വമാ തനാകറ ഇഖ്തലഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മനുഷ്യരുടെ റൂഹ്, ആത്മാവ്, അത് ഹയാത്ത് കാലത്തായാലും ശരി
മരണപ്പെട്ടു പോയതിന്റെ ശേഷം ആയാലും ശരി, റൂഹുകൾ, ആത്മാവ് അതിങ്ങനെ മീറ്റിംഗ് കൊടുക്കും. നമ്മുടെ ശരീരം ഇപ്പൊ ഇവിടെ മീറ്റിംഗ് കൂടിയില്ലേ? ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിന്റെ അധ്യക്ഷതയിൽ നമ്മളിപ്പോൾ യോഗം ചെയ്യുന്നത് പോലെ മനുഷ്യന്മാരുടെ റൂഹുകൾ, ആത്മാക്കൾ മീറ്റിംഗ് കൂടും. നേരെ അർത്ഥം, ഹദീസിന്റെ നേരെ അർത്ഥം, അർവാഹു ജുനൂദുൻ മുജന്നദത്തുൻ, റൂഹുകൾ ഒരുമിച്ച് കൂടുന്ന സൈന്യങ്ങളാവുന്നു. മാ തആറഫ ഇഖ്തലഫ, അങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ പരസ്പരം പരിചയമുള്ളവരും അറിവുള്ളവരും അവരൊക്കെ ഒരുമിച്ച് കൂടും. വമാ തനാകറ ഇഖ്തലഫ, അങ്ങനെ പരിചയമില്ലാത്ത ബന്ധമില്ലാത്ത ആളുകളൊക്കെ അകന്നകന്ന് പോവുകയും ചെയ്യും. അപ്പോൾ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ റൂഹുകൾ അവരിവിടെ സഞ്ചരിക്കുകയും അവർ മീറ്റിംഗ് കൂടുകയും ചെയ്യുന്നു. നിങ്ങൾ കണ്ടില്ലേ, ബഹുമാനപ്പെട്ട ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വാനലോകത്തുകൂടി പറക്കുകയാണ്. മുഹമ്മദുൻ നബിയ്യു അഖീ വസിഹ്രി വഹംസതു സയ്യിദു ശുഹദാഇ അമ്മി വജഅഫറുൻ الذي يضحي ويمسي يطير مع الملائكة ابن أمي. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, എന്റെ സഹോദരൻ അതാ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് വാനലോകത്തുകൂടി മലായികത്തിന്റെ കൂടെ പറക്കുന്നു, സഞ്ചരിക്കുന്നു. അങ്ങനെ മലക്കുകൾ കൂടെ സഞ്ചരിക്കുകയും ഈ ലോകത്തിന്റെ എല്ലാ സംഭവങ്ങളും കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നു. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. സുന്നമായത്തുനിന്ന് പുറത്തുപോയ ഒരു ഒന്നുമില്ല, അവൻ ചണ്ടി ചവറായി ചപ്പായി പോയി മനസ്സിലാക്കുന്നവരാണ്. നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുകയില്ല. ഞാനിത് പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട ശൈഖുനായുടെ നോട്ടം തീർച്ചയായും നമ്മുടെ ഈ മജ്‌ലിസിലേക്ക് ഉണ്ടാകും. ബഹുമാനപ്പെട്ട ശൈഖുന ഒരു വലിയ ആണ് എന്നതിൽ സംശയിക്കേണ്ടുന്ന വഴിയില്ല. കാരണം ജീവിതം മുഴുവനും ഇൽമും തഖ്വയും മാത്രമായി ജീവിച്ച മഹാൻ. അവിടുത്തെ ജീവിതത്തിൽ ദുനിയാവ് ഉണ്ടാക്കാൻ വേണ്ടി കെട്ടിപ്പിടിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു അനധികൃതമായ മാർഗത്തിലൂടെ പ്രവർത്തിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല. അവന് വേണ്ടി ഉത്സാഹിച്ചിട്ടുമില്ല. മറിച്ച് ദീനുണ്ടാക്കണം, ഇൽമു പഠിക്കണം, പഠിപ്പിക്കണം എന്ന നിലക്ക് മാത്രമാണ് അവർ ഇവിടെ ജീവിച്ചത്. വലിയ ആബിദും വലിയ മുത്തഖിയും വലിയ ആലിമും നൂറുകണക്കായ ശിഷ്യന്മാരുടെ ഗുരുനാഥനും ആയിരുന്ന ബഹുമാനപ്പെട്ട ശൈഖുന ഒക്കെ സൈനുദ്ദീൻ അലി ഹസൻ അൽ മഖ്ദൂമി ഒക്കെ ഉസ്താദ് നവറല്ലാഹു ബറകതഹു മഹാനവറുകൾ നമ്മുടെ ഈ സദസ്സിൽ ഉണ്ട്. അവരുടെ നോട്ടം ഉണ്ട്. ഞാൻ നിങ്ങളോട് ഒന്ന് രണ്ട് ചെറിയ കാര്യം മാത്രം ഓർമ്മപ്പെടുത്തട്ടെ. നമ്മളെല്ലാ കൊല്ലവും എന്താണ് ഈ നബിദിൻ എങ്ങനെ കഴിക്കുന്നത്, നടത്തുന്നത്? നമ്മളതല്ല. പണ്ട് ഇവിടുത്തെ പുത്തൻ പ്രസ്ഥാനക്കാർ റബീഉൽ അവ്വൽ മാസം വരുമ്പോ കേരളക്കാർക്ക് മാത്രമുള്ള ഒരു പ്രവൃത്തിയാണ് ഈ മൗലിദും നബിദിന ആഘോഷവും എല്ലാം എന്ന്
പറഞ്ഞ് സാധുക്കളെ കബളിപ്പിക്കുമായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ടെലിഫോൺ എടുത്തു നോക്കിയാൽ, നെറ്റ് ഉള്ള ഒരു ടെലിഫോൺ എടുത്തു നോക്കിയാൽ അതിലുണ്ട് ലോകം മുഴുവനും മൗലിദ് നടത്തുന്ന സംഭവങ്ങൾ. ഇസ്ലാമിക രാഷ്ട്രമായി അറിയപ്പെടുന്ന ഈജിപ്ത്, ബഗ്ദാദ്, മക്ക, മദീന, അങ്ങനെ തുടങ്ങിയ രാഷ്ട്രങ്ങൾ മാത്രമല്ല, അമേരിക്ക, ലണ്ടൻ, റഷ്യ, ചൈന തുടങ്ങിയ രാഷ്ട്രങ്ങളിൽ പോലും മൗലിദ് പാരായണം നടത്തുന്നു. വലിയ സമസ്യകൾ. സുബ്ഹാനല്ലാഹ്. ഞങ്ങൾ പണ്ട് അമേരിക്കയിൽ പോയപ്പോ ഞങ്ങളൊരു മൗലൂദിനെ ക്ഷണിച്ചു. ഒരാൾ സമ്മേളനത്തിലുള്ള മുഴുവൻ ആളുകളെയും ക്ഷണിച്ചു. ഞങ്ങൾ ചെന്ന് നോക്കുമ്പോ 1000-ലധികം കാറ് അദ്ദേഹത്തിന്റെ പറമ്പിൽ തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിയുമ്പോൾ പിന്നെ ഉള്ള കാറുകളെല്ലാം നിർത്താൻ മറ്റൊരു മൈതാനം ഏർപ്പെടുത്തി ഡ്രൈവർമാരെയും വെച്ചിരിക്കുകയാണ്. അങ്ങനെ 1000കണക്കിന് ആളുകൾ അവിടെ ഒരുമിച്ചുകൂടി. എന്നിട്ട് മൗലിദ് നമ്മളിവിടുത്തെ മങ്കൂസിന്റെ മങ്കൂസല്ല. മങ്കൂസ് മൗലൂദ് ഉണ്ടാക്കിയത് തന്നെ മടിയന്മാർക്ക് വേണ്ടിയാ, ചെറിയ മൗലൂദാക്കിയത്. ഇപ്പൊ അതും പോയി തീർക്കാൻ മടിയന്മാരായിട്ട് മങ്കൂസിന്റെ മങ്കൂസാക്കി ജനങ്ങൾ ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവിടെ എത്രയോ മണിക്കൂർ സമയം മൗലിദ് ഓതുകയും എന്നിട്ട് സുബ്ഹാനല്ലാഹ് ഭക്ഷണം ഒരു പറമ്പിലൊന്നായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം. ആ നിരക്ക് എന്തൊരു പരിപാടിയാണ്! സുബ്ഹാനല്ലാഹ്. ഇത് അമേരിക്കയിലാണെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. മുഅ്മിനീങ്ങളോട് ഞാനിത് പറയുന്നത് കേരളക്കാർക്ക് മാത്രമോ അതല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് മാത്രമോ ഉള്ള ഒരു സംഭവം അല്ല, മറിച്ച് മുസ്ലിം ലോകം എവിടെയൊക്കെ ഉണ്ട് അവിടെ മുഴുവനും നബിതങ്ങൾ മൗലിദ് പാരായണം നടക്കുകയാണ്. കഴുത്തിങ്ങോട്ട് നോക്കണം നിങ്ങൾ കേൾക്കുന്നവരൊക്കെ. സഹോദരന്മാര് ശ്രദ്ധിക്കണം. ഇപ്പൊ അത് മറച്ചുവെക്കാൻ കഴിയാത്ത വിധം എല്ലാ വീട്ടിലും എല്ലാവരുടെ കയ്യിലും നമുക്ക് കാണാൻ സാധിക്കും. കേരളക്കാരുടെ മാത്രം ഒരു പദ്ധതിയല്ല. എന്താണ് ഇങ്ങനെ ചെയ്യാൻ കാരണം? അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചു, വദക്കിറുഹും ബിഅയ്യാമില്ലാഹ്. മുതഅല്ലിമീങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം.
അല്ലാഹുവിന്റെ പുണ്യ ദിവസങ്ങൾ കൊണ്ട് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, ജനങ്ങളെ ഓർമ്മിപ്പിച്ചു കൊടുക്കണം എന്ന് പരിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്. അല്ലാഹുവിന്റെ പ്രത്യേക ദിവസങ്ങൾ അറഫ പ്രത്യേക ദിവസമാണ്. ലൈലത്തുൽ ഖദ്ർ അത് പ്രത്യേക ദിവസമാണ്. റമളാൻ അത് പ്രത്യേക ദിവസമാണ്. ശഅബാൻ 15 ബറാഅത്ത് അത് പ്രത്യേക ദിവസമാണ്. വെള്ളിയാഴ്ച പ്രത്യേക ദിവസമാണ്. അങ്ങനെ അല്ലാഹുവിന്റെ പ്രത്യേകമായ ദിവസങ്ങൾ ഉണ്ട്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ഇന്ന് അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. അല്ലാഹു പറയുന്നു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്റിൽ ഖുർആനെ നാം ഇറക്കി. ലൈലത്തുൽ ഖദ്റിൽ ഖുർആനിനെ നാം ഇറക്കി. എന്നാൽ ഖുർആൻ ഇറങ്ങിയത് എപ്പോഴാ? ആദ്യമായി ഖുർആൻ ഇറങ്ങിയത് ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഇത്രയും ആണ് ഇറങ്ങിയിട്ടുള്ളത്. ഇതൊരു രാത്രി മുഴുവനും ഇല്ലല്ലോ, ഒരു മണിക്കൂർ ഇല്ലല്ലോ, ഏതാനും മിനിറ്റുകൾ അല്ലേ ഇറങ്ങിയത്. എന്നാൽ ഈ മിനിറ്റുകൾ ഉൾക്കൊള്ളുന്ന രാത്രി മുഴുവനും പുണ്യമുള്ള രാത്രി ആയി. വേറെ ഒരു ആയത്തിൽ ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമളാൻ മാസത്തിൽ ഖുർആൻ ഇറക്കപ്പെട്ടു. മാസത്തിന് മുഴുവനും മഹത്വമുണ്ടായി. റമളാൻ മുഴുവനും ഇറക്കിയിട്ടില്ല. റമളാനിൽപ്പെട്ട ഒരു രാത്രി, ആ രാത്രിയിൽ നിന്നുള്ള ഏതാനും മിനിറ്റുകൾ മാത്രം ആണ് ഖുർആൻ ഇറക്കപ്പെട്ടത് എങ്കിൽ അതിന്റെ മഹത്വം റമളാനിന്റെ മുഴുവനും ലഭിച്ചു. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഹാവിയിൽ പറയുന്നു, ഈ പറയുന്ന ലൈലത്തുൽ ഖദ്റും റമളാനും പരിശുദ്ധ ഖുർആനും ഇതെല്ലാം ഉണ്ടാകാൻ കാരണം ലൗലാക ലമാ ഖലഖ്തുൽ അഫ്ലാഖ്. ഓ ഹബീബായ മുഹമ്മദ് നബിയെ, തങ്ങളില്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്തെ അല്ലാഹു പടക്കുമായിരുന്നില്ല. ജൂദുമൻ ജാദൽ വജൂദ വജൂദുഹു ജാദൽ ജവാർ ജമ്മുൻ മുഫറഖൻ ബഅദ ജമ്മിൽ ജമ്മിൽ ഫീ ജാൻ. അഖില ലോക ചരാചരങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് അവന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൃഷ്ടിക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചത് കൊണ്ടാണ്. അവിടത്തേക്ക് വേണ്ടിയാണ് ലോകത്തെ മുഴുവനും അല്ലാഹു തആല പടച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ നബിതങ്ങൾ ഇവിടെ ആഗതരായ ദിവസം രാവും പകലും അത് ഏറ്റവും വലിയ പുണ്യമുള്ള ദിവസമാണ്, രാത്രിയാണ് കേട്ടോ. ബഹുമാനപ്പെട്ട ഇമാം ഫഖറുദ്ദീൻ റാസി റഹിമഹുല്ലാഹ്, ഇമാം സുയൂത്തി, ഇമാം ഫാക്കിയാനി, ഇമാം ഖസലാനി തുടങ്ങിയ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നതായി നമുക്ക് കാണാം. വദ്ദുഹാ വല്ലൈലി ഇദാ സജാ. കൊടുത്തോളി ആര് ശ്രദ്ധ മാറിപ്പോണ്ട.
എല്ലാവരും കയ്യിലിങ്ങനെ വാങ്ങിയാൽ മതി. പാമ്പ് വേണം. അതാണ് ചിലരിങ്ങനെ കഴുത്തിങ്ങനെ ഇടുന്നത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി. മറ്റൊരു കാറ് അവിടെ തിരിച്ചാൽ നോക്കണ്ടതില്ലല്ലോ. അതാണ് ഇനി പള്ളോട്ടം വേണ്ട, മുന്നിലെത്തിക്കോളും. ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب. അല്ലാഹു തആലാക്ക് തഖ്വ ചെയ്താല് അവൻ ഭാവിക്കാതെ അവൻ കിട്ടിക്കൊണ്ടിരിക്കും. ഭക്ഷണം കിട്ടൂല. അവന്റെ ഇത് കേട്ട് ഇങ്ങനെ ഈ തഖ്വയിൽ ഇരുന്നാ മതി, കിട്ടിക്കോളും. മാന്യമോമിനികളെ, അതുകൊണ്ട് ലൈലത്തുൽ ഖദ്ർ, റമളാൻ, അറഫ, മിന, ഏത് രാത്രിയും ഏത് പകലും ഇത് മുഴുവനും ഉണ്ടായത് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിവിടെ വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് എന്ന ആയത്തിന് വിവിധ തഫ്സീറുകളിൽ പറഞ്ഞ കൂട്ടത്തിൽ ഒരു തഫ്സീർ നമുക്ക് കാണാം. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രശോഭിതമായ മുഖം, ലംഘുന്ന മുഖം, കത്തിലംഘുന്ന മുഖം, ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലസ്തുജി വജ്ഹുകൽ വല്ലാഹു ഹജ്ജതുനാ യൗമ യഅ്തിന്നാസു ബിൽ ഹുജജി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്ഥലത്ത് ഉണ്ടായാൽ അവിടെ വിളക്കിന് ആവശ്യമില്ല. അത്രയും പ്രശോഭിതമായ മുഖം. കശംസി തുൽഹഉൽ ഐലൈനി മിൻ ബുഅദി സഗീറതൻ വതുഖില്ലു തർഫ മിൻ അമമി. ഒരു സൂര്യൻ അതാ എത്രയോ ലക്ഷം കിലോമീറ്റർ അകലെയാണ് സൂര്യനുള്ളത്. എന്നാൽ ആ സൂര്യന്റെ വലിപ്പയുടെ ജനങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. എത്രയോ ദൂരമായതുകൊണ്ട് സൂര്യൻ ഒരു ചെറിയ ഒരു പന്ത് പോലെയാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് പോലും ആ സൂര്യന്റെ രശ്മി കണ്ണിലേക്ക് അടിച്ചാൽ നട്ടുച്ച സമയത്ത് സൂര്യനിലേക്ക് നോക്കാൻ നമുക്ക് സാധ്യമല്ല എന്ന പോലെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അങ്ങനത്തെ ആ മുഖവും എന്നതിന് വിവിധ തഫ്സീറുകളിൽ ഒരു തഫ്സീർ കാണാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച രാവിനെ തന്നെ സത്യം. അല്ലാഹു തആലയുടെ കലാമിനെ സത്യം ചെയ്യുന്നു. നബി തങ്ങൾ ജനിച്ച രാവുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് ജനിച്ച രാവും അവിടുന്ന് ജനിച്ച പകലും അവിടുന്ന് ജനിച്ച സമയവും അതെല്ലാം വളരെ പുണ്യമുള്ളതും വളരെ മഹത്വമുള്ളതും അതിന് ബഹുമാനിക്കപ്പെടേണ്ടതും ആണ്. ആ സമയവും ആ രാത്രിയും ഉൾക്കൊള്ളുന്ന മാസവും ദിവസങ്ങളുമെല്ലാം ലോകം മുഴുവനും ഇതാ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ അയ്യാം, അള്ളാഹുവിന്റെ പുണ്യമായ ദിവസങ്ങൾ, സമയങ്ങൾ അത് ജനങ്ങൾക്ക് ഓർമ്മയാക്കി കൊടുക്കണം എന്ന് ഖുർആൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് റബീഉൽ അവ്വൽ മാസവും അതിൽ പ്രത്യേകിച്ച് അതിന്റെ 12ഉം ലോകത്തിന് നാം പറഞ്ഞു കൊടുക്കുകയും അതിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇവിടെ ഒരാൾക്കും എവിടെയും എത്തിക്കാൻ കഴിയില്ല.
ബാക്കി പറയൂട്ടെ. അഖില്ലായ മൻ യഹ്സി മദീഹ മുഹമ്മദി വഫീ മദ്ഹിഹി കുതുബുൻ മിനല്ലാഹി തുഖറഉ. ഓ സഹോദര, അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് ആർക്ക് പറഞ്ഞ് തീർക്കാൻ കഴിയും? അല്ലാഹുവിന്റെ കിതാബുകളായ തൗറാത്ത്, ഇൻജീൽ, സബൂർ, മാത്രമല്ല പരിശുദ്ധ ഖുർആനും അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹുകളിൽ എത്രയോ പറഞ്ഞിരിക്കുന്നു. പിന്നെ എങ്ങനെയാണ് നമുക്കിവിടെ അവസാനിപ്പിക്കാൻ കഴിയുക? എവിടെയെങ്കിലും ഒരു മൂലയിൽ എത്തിക്കാൻ കഴിയുമോ? കഴിയില്ല. അൽ ഹഖീഖത്തുൽ മുഹമ്മദിയ്യ എന്ന് ആഴമേറിയ കടൽ, ആ കടലിന്റെ ഉള്ളിലേക്ക് മുങ്ങിച്ചെല്ലാൻ ഓ പ്രിയപ്പെട്ട മുതഅല്ലിമുകളെ, ഈ ലോകത്ത് ആർക്കും സാധിച്ചിട്ടില്ല. അത്രയും വലിയ ആഴമേറിയ കടൽ, അത്രയും വലിയ വിശ്വാസത്തിന്റെ വിശാലമായ അറിവിന്റെയും മഹത്വത്തിന്റെയും ഉടമയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നാ അർസൽനാക ശാഹിദൻ വമുബശ്ശിറൻ വനദീറൻ. തീർച്ചയായും തന്നെ നമ്മൾ അയച്ചു. ഷാഹിദ, മാതൃകായോഗ്യമായത്, വമുബശ്ശിറൻ, നല്ലത് ചെയ്യുന്നവർക്ക് സന്തോഷ വാർത്ത ഭയപ്പെടുത്തി അറിയിക്കുന്നവരാണ്. പ്രകാശം മുതഅല്ലിമീങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ മുതഅല്ലിമീങ്ങൾക്ക് ഒരു ചെറിയ കാര്യം കൂടി ഇവിടെ പറഞ്ഞു തന്നിട്ട് ഞാൻ അവസാനിപ്പിക്കാം. സിറാജ്, ഇത് സിറാജ് അല്ലേ? പറയൂലേ? ഇത് സിറാജല്ലേ ഈ കത്തുന്നത്? ആണ്. ഇലക്ട്രിക് കൊണ്ടുള്ള സിറാജ്, വിളക്ക്. നമ്മുടെ നാട്ടിൽ കരണ്ട് ലഭിക്കുന്നത്, വെളിച്ചം ലഭിക്കുന്നത് അങ്ങകലെ ഇടുക്കിയിൽ നിന്ന് വെള്ളച്ചാട്ടമുണ്ടാക്കി ആ വെള്ളച്ചാട്ടത്തിന്റെ ശക്തിയിലൂടെ കരണ്ട് ഉൽപ്പാദിപ്പിച്ചു ആ കരണ്ട് വലിയ ട്രാൻസ്ഫോമറിലൂടെ നമ്മുടെ വീട്ടിന്റെ ഉള്ളിലേക്ക് എത്തിക്കുന്നു. അല്ലേ? അപ്പൊ അങ്ങനെ ഇടുക്കിയിൽ നിന്ന് വരുന്ന ആ ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന കണക്ഷൻ അടുത്ത മറ്റൊരു ട്രാൻസ്ഫോമറിലേക്ക്, അവിടെയുള്ള മറ്റൊന്നിലേക്ക്, അങ്ങനെ പിന്നെ വന്നിട്ട് പോസ്റ്റ് സ്ഥാപിച്ചുകൊണ്ട് ആ പോസ്റ്റിന്റെ ഇടയിൽ വയറ് കൊടുത്തുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് എത്തുകയാണ്. ശ്രദ്ധിച്ചോ നിങ്ങൾ? എന്നാൽ വളരെ ദൂരെയിൽ നിന്ന് വരുന്ന ഈ കണക്ഷൻ ഒരാൾ ചെന്നിട്ട് പെട്ടെന്ന് വെട്ടിയങ്ങോട്ട് അടിച്ചു കളഞ്ഞു. നമുക്ക് അവരെ കണക്ഷനൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വെട്ടി മുറിച്ചു കളഞ്ഞാൽ സഹോദരങ്ങളെ, പിന്നെ നിങ്ങളെ വീട്ടിലേക്ക് വെളിച്ചം കിട്ടുമോ? ഒരിക്കലും കിട്ടുകയില്ല. അതുപോലെ ഇവിടെ ഒരു ഗ്രാമത്തിലേക്ക്, കരണ്ട് ഇല്ലാത്ത ഗ്രാമം, ആ ഗ്രാമത്തിൽ മുഴുവൻ കരണ്ട് കൊടുക്കാൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചു. എല്ലാവർക്കും വിവരം കൊടുത്തു. നിങ്ങൾ ഫോം ഫില്ലപ്പ് ചെയ്ത് ഹർജി കൊടുത്ത് പണം കെട്ടണം, നിങ്ങൾക്ക് കരണ്ട് കിട്ടണമെങ്കിൽ. നിങ്ങൾ ശ്രദ്ധിക്കണേ, എല്ലാവരും പണം കെട്ടുന്നു, എല്ലാവരും ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുന്നു, ആവശ്യമായതൊക്കെ കൊടുക്കുന്നു. ഇവിടുത്തെ ചെറിയ ഓഫീസിൽ കൊണ്ടുപോയി
ഒരു എന്താ ഇവിടെ കൊണ്ടുപോയിട്ട് ചെറിയ ഇവന്റെ വിലാരൊന്നും നടക്കാൻ എനിക്കാവൂല. ഈ കരണ്ട് എടുക്കുന്നത് വെള്ളത്തിനാണ്. എന്റെ വീട്ടിന്റെ മുമ്പിൽ വലിയ കുളമുണ്ട്, ഞാൻ അവിടുന്ന് എടുത്തോളൂന്ന് പറഞ്ഞിട്ട് ഇവൻ അവിടെ കുത്തിയിരുന്നു. ഇവന്റെ കിബറുണ്ട്. സുബ്ഹാനല്ലാഹ്. എല്ലാവരും പണം അടച്ചു, വേണ്ടത് ചെയ്തു. അവർക്കൊക്കെ വീട്ടിലേക്ക് കരണ്ട് കിട്ടി. അപ്പൊ എല്ലാ സ്ഥലത്തും വെളിച്ചം കത്തിയപ്പോ ഇവന്റെ വീട്ടിൽ വെളിച്ചം കത്തുന്നില്ല. കത്താത്ത ഇവന് മെല്ലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ മറ്റേ ലൈറ്റ് അപ്പുറം ഇപ്പുറമായപ്പോ ഇവിടെ ഇരുട്ട് കാണുന്നില്ല. കോണിമൂന്ന് വീണ് ഇവന്റെ കാല് പൊട്ടിപ്പോയി, കുളത്തിൽ വീണ് ചത്തുപോയി. നിങ്ങൾ മനസ്സിലാക്കണോ? അപ്പോ അത് കിട്ടണമെങ്കിൽ അതിന് ആവശ്യമായ കണക്ഷൻ ഇവിടെ സ്ഥാപിക്കുക തന്നെ വേണം. അതിന് ഇമാമികളെ സ്വീകരിക്കൂല, ആലിമീകളെ സ്വീകരിക്കൂല. എന്റെ കയ്യിൽ ആളുണ്ട് എന്നും പറഞ്ഞു നടന്നാൽ ഇവിടെ ദീൻ കിട്ടൂല. ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്, ഹദീസ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ആ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ടോ ദീൻ നമുക്കിവിടെ പറഞ്ഞു തരുന്നു. നാഗരികൾ അവർ പറഞ്ഞു തന്നു. അവർ പറഞ്ഞു തന്നത് അതിന്റെ പിൻഗാമികൾ നമുക്ക് രേഖപ്പെടുത്തി തന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സഹാബികളിലേക്കും ആ സഹാബികളിൽ നിന്ന് താബിഈകളിലേക്കും അയിമ്മത്ത് മുജ്തഹിദുകളിലേക്കും വലിയൊരു അവർഗ് ആരിഫീങ്ങൾ സ്വാലിഹീങ്ങൾ ഔലിയാക്കൾ അവരിങ്ങനെ പരമ്പരാഗതമായി നമ്മുടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാരെ, നമ്മുടെ ഇഹ്യാഉൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാര് വരെ ആ പരമ്പര അത് ഒരുത്തൻ വെട്ടിമുറിച്ച് കളഞ്ഞാൽ അവന് പിന്നെ ഈമാൻ ഉണ്ടാവുകയില്ല. അല്ലാഹുവിന്റെ ഹബീബ് അതാണ് ഒരു വിളക്ക് പോലെ ആ വിളക്കിൽ നിന്ന് നമുക്ക് വെളിച്ചം കിട്ടണമെങ്കിൽ അങ്ങകലെ നിന്ന് ഇങ്ങോട്ട് വന്ന് അതിന്റെ കണക്ഷൻ ഇവിടെ വേണം. കണക്ഷൻ വെട്ടി മുറിച്ച് കളഞ്ഞാൽ നമുക്ക് തങ്ങളിൽ നിന്നുണ്ട് 23 കൊല്ലക്കവും അവർ അത് ഏറ്റെടുത്തു. അവർ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. താബീകളും അയിമ്മത്തും മുജ്തഹിദുമാറി നമ്മിലേക്ക് എത്തിച്ചേർന്ന് ആ കണ്ണി എവിടെയെങ്കിലും അറ്റിച്ചു കളഞ്ഞാൽ അതുമാണ് അല്ലാഹു തആല സിറാജൻ മുനീറൻ എന്ന് പറയുന്ന ഒരു കാരണം. ഇനി വേറൊരു ചോദ്യം, ഒരു മണ്ണെണ്ണ കൽപ്പന ചോദിക്കുമ്പോഴോ അവിടെ എവിടെ കളക്ഷൻ ഉണ്ട്? രണ്ട് വിളക്കെടുത്ത് ഒരു വിളക്കിൽ നല്ല ശുദ്ധമായ മണ്ണെണ്ണയും ഒഴിച്ച് അതിന് തിരിയൊക്കെ കെട്ടി തീ കൊടുത്ത് പറ്റി അതിന് കത്തിച്ചു. അടുത്ത് വേറൊരു വിളക്ക്, ആ വിളക്കിൽ ചാടി കൊണ്ടിട്ട് അതിന് തിരിയിട്ടിട്ട് കൊണ്ടുവന്നു. ഇങ്ങനെ മറ്റേ കത്തുന്ന വിളക്കിനോടുണ്ട് കണക്ഷൻ കൊണ്ടുപോകയോ ഇങ്ങോട്ട് മുറിച്ചു കിട്ടുപോയില്ല. രണ്ടാമത്തെ വിളക്കിലും അതുപോലെ മണ്ണെണ്ണയും തിരിയുമൊക്കെ ഉണ്ടെങ്കിൽ ആദ്യത്തെ വിളക്കിലേക്ക് ഇങ്ങനെ തൊട്ട് കൊടുത്താൽ അപ്പൊ ഇങ്ങോട്ട് വെളിച്ചം പകരും. നിങ്ങൾ കണ്ടോ ബഹുമാനപ്പെട്ട രണ്ടുപേരും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുവേ ഈ രണ്ടായിരം ഉമറിനെ കൊണ്ട് നീ എന്നെ ശക്തിപ്പെടുത്തണമെന്ന് ദുആ ചെയ്തു. ചെറുപ്പക്കാരാണ്, യുവാക്കളാണ്. ആ യുവാക്കളുടെ നേതൃത്വം ഇങ്ങോട്ട് വന്നാൽ യുവാക്കളൊക്കെ അവരെ പിന്നിൽ അണിനിരക്കും. ഈ കാരണം കൊണ്ട് ഏറ്റവും വലിയ അറിയപ്പെട്ട 2 യുവാക്കൾ, അവരിൽ നിന്ന് ഒരു പേരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അത് പറയുന്നത് വരെ 2 വിളക്കിലും ചളിയാണ് നിറഞ്ഞു കിടക്കുന്നത്. അബൂജഹലിൽ ചളി നിറഞ്ഞു കിടക്കുന്നു, ഖത്താബുകളിലും ചളി നിറഞ്ഞു കിടക്കുന്നു. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഈ ദുആയോടുകൂടി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഹൃദയത്തിൽ നിന്ന് മത്സരബുദ്ധി എന്ന എതിർപ്പ് എന്ന ആ ചളിയും കേടും അങ്ങ് മാറ്റിവെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് പരിശുദ്ധ ഖുർആൻ കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് ഈമാനതാ പകരുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിൽ നിന്ന് ഖുർആൻ പഠിച്ച സഹോദരി ഖുർആൻ ഓതുമ്പോൾ ആ ഖുർആൻ തന്റെ ഹൃദയത്തിലേക്ക് പകരുന്നു. കാരണം തന്റെ മത്സരബുദ്ധിയെ ഒഴിവാക്കി, ശത്രുത ഒഴിവാക്കി. ഞാൻ പറഞ്ഞ ഉദാഹരണത്തിൽ ചളിവായി നടക്കുന്നത് അത് ഒഴിവാക്കിയതിൽ മണ്ണെണ്ണ ഒഴിച്ചു എന്നർത്ഥം. അങ്ങനെ ഒഴിച്ചിട്ട് അന്ന് കറക്ഷൻ കൊടുത്തപ്പോൾ ഉമർ ഇബ്നു ഖത്താബിന്റെ ഖൽബിന്റെ വെളിച്ചമായി പോയി. അതേ സമയത്ത് ലഅനത്താക്കപ്പെട്ട അബൂജഹൽ ഖുർആൻ കേൾക്കാത്തത് കൊണ്ടല്ല, അവൻ നബിയുടെ വാക്ക് കേൾക്കാത്തത് കൊണ്ടല്ല, അവന്റെ മത്സരം, അവന്റെ ശത്രുത അവൻ ദൈനംദിനം വർദ്ധിച്ചു ചെയ്യുന്നത് കൊണ്ട് അവനിലേക്ക് വെളിച്ചം വന്നില്ല. ആകയാൽ എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട്, കുട്ടികളോട് പറയാറുണ്ട്, നമ്മുടെ ഈമാൻ ഇവിടെ നിലനിൽക്കണം. അതിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കണക്ഷൻ സ്ഥാപിക്കണം. അവിടത്തോടുള്ള കണക്ഷൻ വേണം. കണക്ഷൻ നിലനിൽക്കാൻ നിന്റെ ഗുരുനാഥനോടുള്ള കണക്ഷൻ വേണം, നിന്റെ മാതാപിതാക്കളോടുള്ള കണക്ഷൻ വേണം, ഔലിയാക്കളോടുള്ള കണക്ഷൻ വേണം, സാലിഹീകളോടുള്ള കണക്ഷൻ വേണം. ഈ കണക്ഷനും മുറിച്ചു കളയാതെ അത് മുഴുവനും നിലനിർത്തി അങ്ങനെ വരുമ്പോൾ യാ അയ്യുഹല്ലദീന ആമനൂ വഖൂലൂ മഅസ്സാദിഖീൻ. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യണം. വഖൂലൂ മഅസ്സാദിഖീൻ. നിങ്ങൾ സജ്ജനങ്ങളെ കൂടെ നിൽക്കണം. സജ്ജനങ്ങളുടെ കൂടെ അവരെ കൂട്ടത്തിൽ ഒരു മെമ്പറായി ചേർന്ന് അവരെ പിൻപറ്റി അവർ നടന്നതുപോലെ നിങ്ങൾ നടക്കുക. അവരവലംബിച്ചത് നിങ്ങളും അവലംബിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഈ സുന്നത്ത് ജമാഅത്തിന്റെ വഴി. അതാണ് നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് കൂട്ടി പറയുന്നതിന്റെ കാരണം. മുസ്ലിം എന്ന് പറയുന്ന അതിന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്, സുന്നത്തിന്റെയും ജമാഅത്തിന്റെയും, സുന്നത്തി റസൂലില്ലാഹി വസുന്നത്തി സ്വഹാബ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്വഹാബത്തിന്റെ വഴിയിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുള്ള സുന്നത്ത്, പഠിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മുസ്ലിം ആയിത്തീരുന്നത്. അതാണ് വസിറാജൻ മുനീറാ. അല്ലാഹുവിന്റെ ഹബീബ് ഒരു വിളക്കാണ്. ആ വലിയ വിളക്കിൽ നിന്ന് നമുക്ക് വെളിച്ചങ്ങോട്ട് കിട്ടണം. അതിന് നമ്മുടെ കണക്ഷൻ ഇവിടെ വേണം. ആ വിളക്ക് മുതൽ നമ്മുടെ ഹൃദയം വരെ കണക്ഷൻ മുറിഞ്ഞു പോകാതെ വേണം. നമ്മൾ ഔലിയാക്കളെ കുറ്റം പറഞ്ഞാൽ, ആലിമീങ്ങളെ കുറ്റം പറഞ്ഞാൽ ആ കണക്ഷൻ നിലനിൽക്കുകയില്ല. ആലിമീങ്ങളെ ആക്ഷേപിച്ചാൽ, മുതഅല്ലിമീങ്ങളെ തെറി പറഞ്ഞാൽ,
സാലിഹീങ്ങളെ ഗീബത്ത് പറഞ്ഞാൽ, കളവും ഫസാദും ഫിത്നയും പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഖൽബില് ആ വെളിച്ചം നിലനിൽക്കുകയില്ല, ഈ കണക്ഷൻ നിലനിൽക്കുകയില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിറാജിൽ നിന്ന് അല്ലാഹു പേര് വെച്ചതിൽ നിന്ന് നാം മനസ്സിലാക്കണം എന്ന് മാത്രം നിങ്ങളോട് തൽക്കാലം ഓർമ്മപ്പെടുത്തി, എല്ലാവരും പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കണം. അതാണ് ഈ നബിദിനം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു വലിയ നേട്ടം. അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള പ്രിയം, അല്ലാഹുവിന്റെ ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുക. നമ്മൾ സ്വലാത്തിന്റെ കാര്യത്തിലൊക്കെ വളരെ പിന്നോക്കമാണ്. സ്വലാത്ത് ഇങ്ങനെ ഉറക്കത്തെല്ലാം നമ്മൾ ചൊല്ലിവെക്ക് ബലവൽ ബികമാലിഹി كشفت الدجى بجماله حسنت جميع خصاله صلوا عليه وآله جل اللهم صل وسلم وبارك عليه وعلى آله. എന്താ صلوا عليه എന്ന് പറഞ്ഞ സ്വലാത്ത് ഇല്ലാത്ത മൂലന്മാരല്ലേ ഇരിക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലാത്തത് بلغ العلا بكماله كشف الدجى بجماله حسنت جميع خصاله صلوا عليه وسلموا وصلوا عليه وآله. اللهم صل وسلم وبارك عليه وعلى آله. اللهم صل وسلم وبارك عليه وعلى آله. بلغ العلا بلغ العلا بكماله كشف الدجى بجماله حسنت جميع خصاله صلوا عليه وآله. حسنا بلغ العلا بكماله كشف الدجى بجماله حسنت جميع خصاله صلوا عليه وآله. اللهم صل وسلم وبارك عليه. اللهم صل وسلم وبارك عليه وعلى آله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. أدم الصلاة على الحبيب محمد وإنها مقبولة بغير تردد. أعمالنا بين القبول وردها. إلا الصلاة على الحبيب محمد. أدم الصلاة على الحبيب محمد. رسول الله يقول صلاة അധികമായി ചൊല്ലിക്കോ. എന്തുകൊണ്ട്? فإنها مقبولة بغير تردد. അത് സംശയമില്ലാതെ സ്വീകരിക്കപ്പെടുന്നതാണ്. അഅ്മാലുനാ ബൈനൽ ഖബൂലി വറദ്ദിഹാ. നമ്മുടെ മറ്റ് അമലുകളൊക്കെ സ്വീകരിക്കപ്പെടുന്നതിന്റെയും വറദ്ദിഹി അതിന്റെ റദ്ദിന്റെയും ഇടയിലാണ് ഖബൂലും റദ്ദുമുണ്ടാകും. ഇല്ല സ്വലാത്ത അലൽ ഹബീബി മുഹമ്മദി. اللهم صل وسلم وبارك عليه
മേലുള്ള സ്വലാത്ത് അല്ലാത്ത ഏത് അമലുകളും ഒരുപക്ഷെ സ്വീകരിക്കപ്പെടും, ഒരുപക്ഷെ സ്വീകരിക്കപ്പെടൂല. അല്ലാഹുവിന്റെ ഹബീബിന്റെ മേലുള്ള സ്വലാത്ത് എത്രയായാലും സ്വീകരിക്കപ്പെടും. അതുകൊണ്ട് സ്വലാത്തിനെ വർദ്ധിപ്പിക്കണം. എല്ലാവരും സ്വലാത്ത് വർദ്ധിപ്പിക്കണം. വീടുകളിലൊക്കെ മൗലിദ് പാരായണം നടത്തണം. സ്വലാത്ത് ധാരാളമായി ചെല്ലണം. റബീഉൽ അവ്വൽ കഴിഞ്ഞാലും സ്വലാത്ത് ചെല്ലണം. എല്ലാ ദിവസവും ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്ന സ്വലാത്ത് اللهم صل على سيدنا محمد وعلى آله وصحبه وسلم അതൊരു 10 പ്രാവശ്യമെങ്കിലും പറയാൻ നിങ്ങളോട് വസിയത്ത് ചെയ്ത് ഉപദേശിച്ചുകൊണ്ട് ഞാൻ SYSന്റെ 60ാം വാർഷിക സമ്മേളനം നിങ്ങൾ മറക്കരുത്. നാളെ മുതൽക്ക് എല്ലാവരും അതിന്റെ കൂടുതൽ പ്രചാരണ പ്രവർത്തനത്തിൽ ഏർപ്പെടണമെന്നും നമ്മുടെ വൻ വിജയമാക്കി തീർക്കണമെന്നും നിങ്ങളോട് വസിയത്ത് ചെയ്ത് എന്റെ വാക്കുകൾ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والبليات بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم صل على سيدنا محمد شجرة الأصل النورانية ونفحة القبضة الرحمانية وأفضل الخليقة الإنسانية